എന്തായാലും ദുർമന്ത്രവാദം ഉണ്ട്. അതിലൂടെ നമ്മുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റാൻ കഴിയും. ആവശ്യം നിറവേറ്റുകയല്ല, മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ പറ്റും. ഇതെല്ലാം ആസ്ട്രൽ ബോഡിയാണ്. ഈ ചാത്തനാണെങ്കിലും എല്ലാം ആസ്ട്രൽ ബോഡിയാണ്. ഒറ്റ ദൈവമേ ഉള്ളൂ. അതെന്താണെന്ന് പിന്നത്തെ ചോദ്യം. പരമാത്മാവ് ഒരു ഒറ്റ ദൈവമേ ഉള്ളൂ. ഒന്നുകൂടെ ചിന്തിച്ചാൽ എത്ര ദൈവമുണ്ട്? 33 ദൈവങ്ങളുണ്ട്. അപ്പൊ പിന്നെ അതിനെ തിരിച്ച് 336 ആക്കുകയാണ്. ഉപാസനയുള്ളവർക്കേ ദുർമന്ത്രവാദം ചെയ്ത് വിജയിപ്പിക്കാൻ പറ്റുള്ളൂ. ആന്റി ക്രൈസ്റ്റ് ക്രിസ്ത്യൻസിൻ്റെയാണ്. ചാത്തൻ്റെ 430 വർഗങ്ങൾ ഇതെല്ലാം ദുർമന്ത്രവാദത്തിന് ഉപയോഗിക്കുന്നതാണ്. രണ്ടാമതൊരു ശക്തിയില്ലാതെ ദുർമന്ത്രവാദം ഫലിക്കില്ല. അത് ക്രിസ്ത്യാനികളുടെ ഇടയിലെ ഒരു ദേവതാ സങ്കല്പമാണ് ആന്റി ക്രൈസ്റ്റ്. ബലിക്രിയയാണ്. ഈ ദുർദേവതകൾക്കെല്ലാം ആവശ്യം ബലിക്രിയയാണ്. ഈ ആസ്ട്രൽ ബോഡി നമ്മൾക്ക് അനുകൂലമല്ലാതെ വന്നാൽ നമ്മുടെ കുടുംബത്തെ നശിപ്പിച്ചു കളയും. സർ, ഈ ദുർമന്ത്രവാദം അതായത് നമ്മുടെ ഹിന്ദു ഫാമിലികളിലാണെന്ന് തോന്നുന്നു കൂടുതലും ഈ ദുർമന്ത്രവാദമൊക്കെ ആളുകൾ പ്രചരിപ്പിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ മറ്റുള്ള ആളെ തകർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും കൂടുതലും യൂസ് ചെയ്തതായിട്ട് പറയപ്പെടുന്നത് ഈ ദുർമന്ത്രവാദങ്ങളൊക്കെയാണ്. ഇങ്ങനൊരു ദുർമന്ത്രവാദം ചെയ്തു കഴിഞ്ഞാൽ മറ്റുള്ളവരെ നശിപ്പിക്കാനൊക്കെ കഴിയുമോ? ദുർമന്ത്രവാദം എന്ന് പറയുന്നത് എന്താണ് ഈ ദുർമന്ത്രവാദം? ദുർമന്ത്രവാദത്തിൻ്റെ ആദിമ കാലം ആലോചിച്ചാൽ ഏതാണ്ട് അഥർവവേദത്തിൽ നിന്നാണ് ഇതിൻ്റെ വരവ്. അഥർവവേദത്തിൽ നിന്ന് ഉത്തരേന്ത്യയിൽ പ്രചരിച്ചതാണ്. അതത്ര ശക്തിയായിരുന്നു എന്ന് എനിക്കറിയില്ല. നമ്മൾ ഈ കേരളത്തിലെ ദുർമന്ത്രവാദം എന്ന് പറയുമ്പോൾ അതിവിടുത്തെ പ്രധാനമായിട്ടും ഇവിടുത്തെ തനതായ ശൈലി, അതായത് ആദിമ കേരളീയ ശൈലിയിൽ ചെയ്യുന്ന ഒടിവിദ്യ, പിന്നെ നിഴൽക്കുത്ത്, ഇത് പറയുന്ന നിഴൽക്കുത്ത്, പിന്നെ മാജിക്കുകൾ, ഇങ്ങനെയുള്ള കുറേ പറഞ്ഞാൽ തീരാത്ത ഇനം ഉണ്ട്. ഇത് കൂടുതലും ഉത്തര മലബാറിലാണ് ഇത് കണ്ടുവരുന്നത്. ദക്ഷിണ ഭാഗത്തൊക്കെ ഉള്ളതൊക്കെ കുറേ കുറഞ്ഞു കഴിഞ്ഞു. അതിന് ഒരു ഉപാസന ആവശ്യമാണ്. ഉപാസനയുള്ളവർക്കേ ദുർമന്ത്രവാദം ചെയ്ത് വിജയിപ്പിക്കാൻ പറ്റുള്ളൂ. ഈ സാത്താൻ സേവയല്ല, അത് ക്രിസ്ത്യൻസിൻ്റെയാണ്. ആന്റി ക്രൈസ്റ്റ് ക്രിസ്ത്യൻസിൻ്റെയാണ്. നമ്മളുടെ ഹൈന്ദവ ആരാധന പ്രകാരം ഈ ദുർമന്ത്രവാദം ചെയ്യുന്നതിൻ്റെ കാളിയാണ് ഒന്ന്. പിന്നെ ഈ തൃശ്ശൂരൊക്കെയുള്ള ഒരു ദേവതാ സങ്കല്പം ഉണ്ടല്ലോ, കുട്ടിച്ചാത്തൻ. ചാത്തൻ്റെ 430 വർഗങ്ങൾ ഇതെല്ലാം ദുർമന്ത്രവാദത്തിന് ഉപയോഗിക്കുന്നതാണ്. പിന്നെ ചില വീട്ടിലെ യോഗീശ്വരന്മാരായോ അല്ലെങ്കിൽ രക്ഷസായോ മരിച്ചവരെ ആരാധന ചെയ്ത് ശക്തിപ്പെടുത്തി അവരെ ഉപയോഗിക്കുന്നവരുണ്ട്. എന്തായാലും രണ്ടാമതൊരു ശക്തിയില്ലാതെ ദുർമന്ത്രവാദം ഫലിക്കില്ല. കാരണം ദുർമന്ത്രവാദത്തിലെ മന്ത്രങ്ങളുടെ അർത്ഥമെടുത്താൽ ഒന്നും കാര്യമായ ഒരർത്ഥവും അതിനകത്തില്ല. ഒരർത്ഥവും അതിനകത്തില്ല. ഈ മന്ത്രങ്ങൾക്കൊന്നും ഒരർത്ഥവും ഇല്ല. പിന്നെ ഒന്നോ രണ്ടോ വാക്ക് പറഞ്ഞാൽ ഞാൻ പറയാം. ഉള്ളടി ഉരുളടി ഏതോ ഒരു മന്ത്രത്തിനകത്തെ ഉള്ളടി ഞാൻ വായിച്ചു. ഉള്ളടി ഉരുളടി താനടി തിരക്കടി. ബാക്കി എനിക്കറിയത്തില്ല. അത് ഈ വടക്കൻ മലബാറിലെയാണ്. ഇങ്ങനെയുള്ള ചേരാത്ത കുറേ വാക്കുകളുടെ കൂട്ടമാണ്. അതിന് അർത്ഥവുമില്ല, ശക്തിയുണ്ട്. ചേരാത്ത അത് നമ്മൾ ചെയ്തുകൊണ്ടൊരു കാര്യവുമില്ല. അത് അവരത് പറഞ്ഞാൽ എഫക്റ്റീവാണ്. ഒരർത്ഥവും ഇല്ല ഇതിനകത്ത്. മറ്റേതിനകത്ത് അർത്ഥമുണ്ട്. അഥർവവേദത്തിനകത്ത് ഉള്ള മന്ത്രങ്ങൾക്ക് കുറേയൊക്കെ അർത്ഥമുണ്ട്. എന്നാലും അർത്ഥമില്ലാത്ത ഭാഗങ്ങൾ ഒരുപാടുണ്ട്. ഹ്രീം ശ്രീം ആയും അങ്ങനെയുള്ള ശബ്ദ ബീജാക്ഷരങ്ങളുണ്ട്. അതിനൊന്നും അർത്ഥമില്ല. അതിനൊന്നും അർത്ഥം നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ പറഞ്ഞ് ഒപ്പിക്കാം എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ അതിനേക്കാൾ ശക്തമാണ് ഈ കേരളീയവും തമിഴ് പരവുമായ ഈ ദുർമന്ത്രവാദങ്ങൾ. കേരളത്തിലെ ദുർമന്ത്രവാദം ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ചാത്തന്മാരെ കൊണ്ടും, തമിഴ്നാട്ടിലെ ദുർമന്ത്രവാദം ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ഭൈരവനെ കൊണ്ടുമാണ്, ഭൈരവന്മാരെ കൊണ്ടുമാണ്. അപ്പോൾ അത് ഇനി മറ്റ് സ്റ്റേറ്റിലോട്ട് പോയാലും ദുർമന്ത്രവാദം കാണും, അതിനൊരു ദേവത കാണും. ഇത് ആൻറ്റി ക്രൈസ്റ്റ് അല്ല. അത് ക്രിസ്ത്യാനികളുടെ ഇടയിലെ ഒരു ദേവതാ സങ്കല്പമാണ് ആൻറ്റി ക്രൈസ്റ്റ്. മുമ്പേ പറഞ്ഞില്ലേ ആൻറ്റി ക്രൈസ്റ്റ്. എന്തായാലും ദുർമന്ത്രവാദം ഉണ്ട്. അതിലൂടെ നമ്മുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റാൻ കഴിയും. ആവശ്യം നിറവേറ്റുകയല്ല, മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ പറ്റും. ആവശ്യമൊന്നും വലിയ കാര്യമായിട്ട് നിറവേറ്റാൻ പറ്റില്ല.
ഇപ്പം ചാത്തനെ കൊണ്ടൊക്കെ ആണെങ്കിൽ കുറേ കാര്യങ്ങൾ സാധിക്കാൻ പറ്റും. സാധിച്ചാൽ അതിൻ്റെ കൂടുതൽ പ്രശ്നങ്ങൾ അതിലുണ്ട് ഉരുത്തിരിഞ്ഞ് വരികയും ചെയ്യും. അല്ല, ഞാൻ കേട്ടിട്ടുണ്ട്, ഇപ്പം ഒരു ദുർമന്ത്രവാദം ചെയ്യാൻ വേണ്ടി ഒരാൾ പോകുന്നു, ഒരു മന്ത്രവാദിയെ അടുത്ത്. അത് ചെയ്യുമ്പോൾ ഉദ്ദേശിക്കുന്ന ആൾക്കാർ ഫലം കിട്ടും. പക്ഷെ അയാൾ മരിച്ചു കഴിഞ്ഞാൽ, അതായത് ഇത് ദുർമന്ത്രവാദം ചെയ്ത ആൾ മരിച്ചു പോയി കഴിഞ്ഞാൽ ഈ ചെയ്യിപ്പിച്ച ആൾക്ക് തിരിച്ചടികൾ കിട്ടും. ചെയ്യിപ്പിച്ച ആൾക്ക് തിരിച്ചടി കിട്ടും. അതായത് മരിച്ചു കഴിയുമ്പോൾ ഈ പവറെല്ലാം തിരിച്ച് സ്വയം അയാളൊരു സങ്കല്പം ഉള്ളിൽ വെച്ചിട്ടായിരിക്കും ചെയ്യുന്നത്. ആ സങ്കല്പം അയാൾ ചെയ്ത് കാണത്തില്ല. ഒരു സങ്കല്പം എന്ന് വെച്ചാൽ ആടിനെ വെട്ടാം, അല്ലെങ്കിൽ ഇത് അവൻ മരിച്ചു കഴിഞ്ഞാൽ കോഴിയെ വെട്ടാം, അല്ലെങ്കിൽ ആളിനെ വെട്ടാം. ഇങ്ങനെയൊക്കെയാണ് ഇതിനകത്ത് വരുന്ന ഉപശാന്തി മാർഗങ്ങൾ. ഇതൊന്നും ചെയ്യാൻ ഉള്ളതുമാണ്. അല്ല അന്നേരത്തെ ഈഗോ കൊണ്ട് ഇയാളതങ്ങ് പറയുകയും ചെയ്യും. ഒരിക്കലും ഇത് ചെയ്യാനും പറ്റില്ല. ഈ ദോഷം ഇയാൾ കിടക്കുകയും ചെയ്യും. പരിഹാരം ചെയ്യാത്തതുകൊണ്ട് ഇയാളെ പിടിച്ച് അത് നശിപ്പിക്കുകയും ചെയ്യും. പരിഹാരം ചെയ്യാത്തതുകൊണ്ടാണ്. സാധാരണ ചെറിയ പരിഹാരം കൊണ്ടൊന്നും ഇത് നടത്തി കൊടുക്കത്തില്ല. അതിനൊക്കെയാണ് ഈ ആൾക്കാർ നഷ്ടപ്പെടുന്നത്. അങ്ങനെയൊക്കെയാണ്. ചിലപ്പോൾ ചിലടത്ത് കണ്ടില്ല എന്ന് കേട്ടില്ല എന്നൊക്കെ പറയത്തില്ലേ, എവിടെയെങ്കിലുമൊക്കെ പിടിച്ചോണ്ട് പോയി ഈ ബലിക്രിയകൾക്ക് വേണ്ടിയാണ്, രഹസ്യമായിട്ടാണ്. ഇപ്പൊ പത്തനംതിട്ട നടന്നില്ലേ ബലിക്രിയ? ബലിക്രിയകൾക്ക് വേണ്ടിയാണ്. അത് ആനയായോ ഏതിനെയാകാം. ബലിക്രിയയാണ്. ഈ ദുർദേവതകൾക്കെല്ലാം ആവശ്യം ബലിക്രിയയാണ്. രക്തത്തിൻ്റെ ഓജസ്സാണ് ഇവർക്ക് ആവശ്യം. ആ ഓജസ് കിട്ടുന്നതോറും ഇവർ ശക്തി പ്രാപിക്കുകയാണ്. രക്തത്തിലാണ് ഓജസ് ഇരിക്കുന്നത്. ആ ഓജസ് ഇവർ കിട്ടുന്നതോറും ആ ദുർദേവത ശക്തി പ്രാപിക്കുകയാണ്. അത് ഇയാൾക്ക് ചെയ്യാൻ വയ്യാതെ വന്ന് ഇയാൾ മറന്നു പോവുകയോ അല്ലെങ്കിൽ ചെയ്യാൻ സാഹചര്യം ഒക്കാതെയോ വരുമ്പോഴാണ് ഇയാൾ പ്രശ്നം. ചിലപ്പോൾ ഇത് ചെയ്യുന്ന ആളുകളുടെ കുടുംബം തന്നെ നശിച്ചു, അല്ലെങ്കിൽ തലമുറകൾ തന്നെ നശിച്ചു പോകും. അത് മുമ്പേ പറഞ്ഞ മറ്റൊരു വീഡിയോ ഞാൻ പറഞ്ഞിരുന്നുവല്ലോ, ഈ ആസ്ട്രൽ ബോഡി. ഇതെല്ലാം ആസ്ട്രൽ ബോഡിയാണ്. ഈ ആസ്ട്രൽ ബോഡി നമ്മൾക്ക് അനുകൂലമല്ലാതെ വന്നാൽ നമ്മുടെ കുടുംബത്തെ നശിപ്പിച്ചു കളയും. ഇതെല്ലാം ആസ്ട്രൽ ബോഡിയാണ്. ഈ ചാത്തനാണെങ്കിലും എല്ലാം ആസ്ട്രൽ ബോഡിയാണ്. എല്ലാം ആസ്ട്രൽ ബോഡിയാണ്. നമ്മൾ ബോഡി തിരിച്ചാൽ ഫിസിക്കൽ ബോഡി, അത് കഴിഞ്ഞാൽ ആസ്ട്രൽ ബോഡി, അത് കഴിഞ്ഞാൽ മറ്റേ ആസ്ട്രൽ ബോഡിക്ക് അപ്പുറമുള്ള സൂക്ഷ്മ ശരീരം, അഥവാ എന്താ പറയുക, സൂക്ഷ്മ ശരീരം. അപ്പോൾ ഇങ്ങനെ മൂന്ന് ബോഡിയിലെ ആസ്ട്രൽ ബോഡിയാണ് ഇതെല്ലാം. ഇവരുടെ ആസ്ട്രൽ ബോഡിയുടെ ഗുണം ഫിസിക്കൽ ബോഡിക്ക് കാണാൻ വയ്യാത്ത രൂപത്തിൽ ഇതിന് നിൽക്കാൻ പറ്റും. അത് നമ്മൾ മുമ്പേ പറഞ്ഞ രൂപത്തിൽ ഒരു ഇഞ്ചോ 2 ഇഞ്ചോ ഉയരത്തിലായിരിക്കും. പക്ഷെ നമുക്ക് കണ്ടാൽ മനസ്സിലാകില്ല. കാരണം ഭാരമില്ലാത്ത ശരീരം ആണല്ലോ അവരുടേത്. നമ്മുടെ ഭാരമുള്ള അതാണാ നിൽക്കുന്നത്. ഈ ഭാരമില്ലാത്ത ശരീരത്തിൽ ഉയർന്നായിരിക്കും നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് 2 തലത്തിലായതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ തലത്തിന് തൊട്ടടുത്തായിട്ട് അത് അവൾക്ക് നമ്മളെ കാണുകയും ചെയ്യാം. അപ്പോൾ അതിനെ ഉപാസിച്ചാൽ അത് വഴങ്ങും. അത് ഉള്ളതാണ്, അത് ഇല്ലാത്തതൊന്നുമല്ല. ഞാൻ കുറേ ആസ്ട്രൽ ബോഡികളെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റും ആസ്ട്രൽ ബോഡികൾ ഉള്ളതാണ്. ഇതിനെ ഒരു വട്ടം പൂജിച്ച് പിന്നീട് പൂജിച്ചില്ലെങ്കിൽ അത് പ്രശ്നമാകും. തിരിച്ചടി ഉണ്ടാകും. അതിപ്പോൾ ഒരു വട്ടം പൂജിക്കുന്നതിനെ പറ്റി പറയണ്ട. നമ്മളൊരു പട്ടിയെ വളർത്തുന്നു. പട്ടിക്ക് നമ്മൾ ദിവസം ആഹാരം കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഒരു ദിവസം വന്നപ്പോൾ അവന് ആഹാരം കൊടുക്കാതെ നമ്മളിരുന്ന് ആഹാരം കഴിക്കുന്നുണ്ട്. അവൻ എന്ത് ചെയ്തിട്ട് പോകും? കടിക്കും, പ്രതികരിക്കില്ല. അത് തന്നെ ഈ പട്ടിയുടെ സ്വഭാവം തന്നെ ഇതിനൊക്കെ. എന്തും ചെയ്യും. ബോധതലം കുറവല്ലേ. എനിക്ക് ഇന്നലെ തന്നവൻ ഇപ്പം ഒറ്റയ്ക്കിരുന്ന് കഴിക്കുന്നു. പട്ടി ഇതുവല്ലം ചിന്തിച്ചിട്ടാണ് ഉടനെ കടിക്കും. ഒരുപക്ഷെ നമ്മൾ ഈ പട്ടിക്ക് കഴിക്കാൻ കൊള്ളാവുന്നതായിരിക്കില്ല നമ്മൾ കഴിക്കുന്നത്, എന്നാലും പട്ടി കയറി കടിക്കും. ഇതൊരു വൈബ്രേഷനാണ്. വൈബ്രേഷൻ അല്ല, ഒരു ബോഡിയാണ് വൈബ്രേഷൻ. അത് വൈബ്രേഷൻ നമുക്ക് അനുഭവിക്കപ്പെടുന്നത്. അതിന്റെ വൈബ്രേറ്റീവ് സ്ഥലം കൊണ്ടാണ് നമ്മളെ അത് ആക്രമിക്കുന്നത്. നമ്മളിപ്പോൾ കൈകൊണ്ടാണ് ആക്രമിക്കുന്നത്. ഫിസിക്കൽ ബോഡി കൈകൊണ്ട് ആക്രമിക്കുന്നത്, അതിലെ കാലുകൊണ്ട് ആക്രമിക്കുന്നത്. എന്നാൽ ഇവരതല്ല, അവരുടെ വൈബ്രേറ്റീവ് തലം കൊണ്ടാണ് ആക്രമിക്കുന്നത്. നമ്മുടെ ബോഡിയുടെ വൈബ്രേറ്റീവ് തലം കൊണ്ട് നമ്മുടെ ആസ്ട്രൽ ബോഡിയെ ആക്രമിക്കുകയാണ്. ആസ്ട്രൽ ബോഡി നമ്മുടെ ഫിസിക്കൽ ബോഡിയെ അത് പ്രസന്റ് ചെയ്യുകയാണ്. അകത്തുള്ള കാഷ്വൽ ബോഡിയെ ഇവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ആത്മബോഡിയെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ 2 ബോഡികളിലാണ് ഇതെല്ലാം പ്രശ്നം ഉണ്ടാകുന്നത്. പക്ഷെ ഇതിൽ നിന്നെല്ലാം മാറി നിൽക്കാൻ എങ്ങനെ കഴിയും? അതായത് ഇവരെ ആക്രമണത്തിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാൻ ആത്മാവിനെ സേവിക്കുക. നമ്മുടെ ആത്മാവിനെ തന്നെ. പരാഞ്ചിഖാനി വിതരണ സ്വയംഭൂ തസ്മാത് പരാങ് പശ്യതി നാന്തരാത്മൻ കശ്യധീര പ്രത്യേകാത്മേനമീഷ ആവർത്തക ചക്ഷുരമൃതത്വമിച്ഛൻ. കഠോപനിഷത്ത്. നമ്മുടെ ആത്മാവിനെ പരാഞ്ചിഖാനി, ആത്മാവിനെ പരമപിതാവ് മറച്ചിരിക്കുന്നു. മറച്ച്
നമ്മുടെ ബോഡിയുള്ളിലാക്കി ഇരിക്കുന്നതുകൊണ്ട് നമ്മുടെ കണ്ണുകൾക്കതിനെ അല്ലെങ്കിൽ നമ്മളുടെ ഇന്ദ്രിയങ്ങൾക്കതിനെ ഗ്രാഹ്യമല്ലാതെ കൊണ്ട് നമ്മൾ പുറത്തുള്ള കാണുന്നതിനെ നമ്മൾ ആരാധിക്കുന്നു. അത് മാറ്റി നമ്മൾ അകത്തോട്ട് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കിയാൽ മതി, നമ്മൾ പ്രൊട്ടക്റ്റീവാണ്. നമ്മൾ അകത്തോട്ട് തിരിഞ്ഞു നോക്കി കഴിഞ്ഞാൽ നമ്മൾ പ്രൊട്ടക്റ്റീവാണ്. അത് വികസിക്കാൻ മറ്റൊന്നും ചെയ്യണ്ട, നമ്മൾ ഒന്നും ചെയ്യണ്ട. അകത്തോട്ട് ഞാൻ പറഞ്ഞില്ലേ, ഇത് അകത്തോട്ട് തിരിഞ്ഞു നോക്കാൻ മാത്രമേ യമനാണ് അവിടുത്തെ ഗുരു. യമൻ പറഞ്ഞിട്ടുള്ളൂ നചികേതസിനോട്, നീ നിന്റെ ഉള്ളിലോട്ട് തിരിഞ്ഞു നോക്കുക. നീ കാണിക്കുന്ന കോലാഹലങ്ങളൊക്കെ നിർത്തിയിട്ട് നീ നിന്റെ ഉള്ളിലോട്ട് തിരിഞ്ഞു നോക്കുക. ഞാൻ പറഞ്ഞത് മനസ്സിലായില്ല? എൻ്റെ ആഗ്രഹങ്ങൾ നിറവേറ്റാണ് ഞാൻ എൻ്റെ എല്ലാത്തിനും അത് മതി, സർവ്വതിനും അത് മതി. കാരണം ഈ ഉള്ളിലോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ അത് നമ്മുടെ ആത്മാവാണ്. ഈ നമ്മുടെ ആത്മാവിൻ്റെ പ്രത്യേകത പരമാത്മാവുമായിട്ട് ബന്ധപ്പെട്ട ഒരേ ഒരു വസ്തു നമ്മുടെ ആത്മാവാണ്. വേറൊന്നും അതിന് മനസ്സോ ഒന്നും അതിനായിട്ട് ബന്ധമില്ല. അപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ ഈ ആത്മാവിൽ അറിയിച്ചാൽ അത് പരമാത്മാവ് ശരിയാക്കി തരും. ഞാൻ പറഞ്ഞതിൻ്റെ മനസ്സിലായി. അത് ശാശ്വതമാകുകയും ചെയ്യും, പാവമില്ലാത്താകുകയും ചെയ്യും. ഏറ്റവും നല്ലത് നമ്മൾ പുറത്തുള്ള എനർജികളുമായിട്ട് കണക്ട് ആകാതെ പരാഞ്ചി ഖാനി, അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, വിതരണ സ്വയംഭൂ തസ്മാത് അതുകൊണ്ട് നീ പുറത്തോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നു. തസ്മാത് പരാങ് പശ്യതി നാ അന്തരാത്മൻ, നീ ഒരിക്കലും ഉള്ളിലുള്ള നിന്റെ ആത്മാവിനെ നീ കാണുന്നില്ല. കശ്യധീര വളരെ കുറച്ച് പേര് മാത്രം, കശ്യധീര പ്രത്യേക ആത്മീയനെ വീശ, അവൻ്റെ ഇന്ദ്രിയങ്ങളെ അകത്തോട്ട് തിരിച്ചിട്ട് ആവർത്തക ചക്ഷുര അമൃതത്വം ഇച്ഛൻ, അമൃതത്വം നേടണമെന്ന് ആഗ്രഹിക്കുന്നവൻ അവ തിരിച്ചിട്ട് അവൻ ആ മാർഗത്തിൽ പോകുന്നു. അപ്പോൾ അതുകൊണ്ട് കാര്യവും സാധ്യമാകും, മരണാനന്തര മുക്തിയും കിട്ടും. അതാണ് ഏകോദേവ സർവഭൂതേഷു കൂടാ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഒറ്റ ദൈവമേ ഉള്ളൂ ഈ പ്രപഞ്ചത്തിൽ. അല്ല ക്രിസ്തുമതമോ മുസ്ലിം മതമോ മാത്രമല്ല പറഞ്ഞിരിക്കുന്നത്. ഹിന്ദുമതത്തിലാണ് ശക്തമായി പറഞ്ഞിരിക്കുന്നത് ഏകോദേവ സർവ, ഒറ്റ ദൈവമേ ഉള്ളൂ. അത് പിന്നെ ഛാന്തോക്യ ഉപനിഷത്തിനകത്ത് ഗാർഗി യാജ്ഞവൽക്ക സംവാദത്തിൽ ഗാർഗി ചോദിക്കുന്നു, എത്ര ദൈവങ്ങളുണ്ട്? ഒരു ദൈവമേ ഉള്ളൂ എന്ന് യാജ്ഞവൽക്കൻ പറയുന്നു. ഒറ്റ ദൈവമേ ഉള്ളൂ. അതെന്താണെന്ന് പിന്നത്തെ ചോദ്യം. പരമാത്മാവ് ഒരു ഒറ്റ ദൈവമേ ഉള്ളൂ. ഒന്നുകൂടെ ചിന്തിച്ചാൽ എത്ര ദൈവമുണ്ട്? 33 ദൈവങ്ങളുണ്ട്. അപ്പോൾ പിന്നെ അതിനെ തിരിച്ച് 336 ആക്കുകയാണ്. നമ്മുടെ ഒരു സെല്ലെടുത്തിട്ട് അതിനെ ഡിവൈഡ് ചെയ്ത് അത് ഡിവിഷൻ ഉണ്ടാക്കി നമ്മുടെ ഒരു ബോഡി ആയതുപോലെ ആക്കുകയാണ്. യഥാർത്ഥത്തിൽ ഒന്നേ ഉള്ളൂ. ആ ഒന്നിനെ തന്നെ വീണ്ടും വീണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് അതിന്റെ പവർ ഒന്നും അതിന് കാണത്തില്ല. മൾട്ടിപ്ലൈ ചെയ്ത് വെക്കാനേ പറ്റുള്ളൂ. പക്ഷെ ആ ഒന്നിന് തന്നെയാണ് ആ ഒന്ന് തന്നെയാണ്. ഇപ്പൊ സൈഗോട്ട് എന്ന് പറയുന്ന നമ്മുടെ ഒരു നോൺ സൊമാറ്റിക് സെല്ല്, അതിന് മൾട്ടിപ്ലൈ ചെയ്യാൻ കഴിവുണ്ട്. മൾട്ടിപ്ലൈ ചെയ്ത് വരുന്നതൊക്കെ സൊമാറ്റിക് സെല്ലാണ്. സൊമാറ്റിക് സെല്ലിന് മറ്റേതിൻ്റെ പവറൊന്നും ഇല്ല. നോൺ സൊമാറ്റിക് സെല്ലിൻ്റെ പവറൊന്നുമില്ല. അതിന് വേറെ പേര് പറയും, ഞാനത് മറന്നുപോയി. ഇതുപോലെ തന്നെയാണ് സംഭവം. അപ്പം അങ്ങനെ ചെയ്തു പോകുന്ന വഴിയിൽ അതിലൊരു കുറേ സമൂഹമാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. അതുകൊണ്ട് ഒരാളെ അടിക്കുന്നു, ഒരാളെ വിളിക്കുന്നു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു, നല്ല കർമ്മങ്ങൾ ചെയ്യുന്നു, ഒക്കെ ചെയ്യുന്നു. അതൊന്നിനും ആ ബേസിക് സെല്ല് ഉത്തരവാദിയല്ല. നമ്മൾ ചെയ്യുന്ന ഒരു പ്രവർത്തിക്കും നമ്മുടെ ബേസിക് സെല്ലുകൾ ഉത്തരവാദിയല്ല. അത് നമ്മുടെ പ്രപഞ്ച ശരീരത്തിൻ്റെ ചെറുപകർപ്പാണ് നമ്മുടെ ശരീരം. പ്രപഞ്ച ശരീരത്തിൻ്റെ ചെറുപകർപ്പാണ്. ഇത് മാത്രമല്ല, നമ്മുടെ ഭരണമായാലും നമ്മുടെ ഈ സമൂഹമായാലും ലോകമായാലും എല്ലാം ആ പ്രപഞ്ച പുരുഷനും പ്രപഞ്ചവുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ചെറുപകർപ്പുകളാണ്. ഏത് ചെറുതിനെ നോക്കിയാൽ പോലും നമ്മൾ ആ കണ്ണി വെച്ച് നോക്കണം. ചെറിയ മിനിയേച്ചേഴ്സാണ് എല്ലാം, അല്ലാതെ പുതിയതൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഒന്നുമില്ല, എല്ലാം അതിൻ്റെ മിനിയേച്ചേഴ്സാണ്.